മാപ്പു നൽകു മഹാമതേ, മാപ്പു നൽകു ഗുണനിധേ. ഒടുവിൽ മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ്. മാപ്പ് അപേക്ഷിച്ചത് വേറെ ആരുമല്ല, ബെഞ്ചമിൻ നെതന്യാഹു ആണ്. ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ അമീറിനോട് ഫോണിൽ വിളിച്ചിട്ട് ഒരുപാട് സമയമെടുത്ത് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കൊണ്ടിട്ട ബോംബ് ഞങ്ങൾ ചെയ്ത് തെറ്റാണ്, ഞങ്ങളോട് മാപ്പ് തരണം, ഇനി ഇതിൻ്റെ പിന്നാലെ പോയി വേറെ പണി തരാൻ നിൽക്കരുത് എന്നായിരുന്നു നെതന്യാഹുവിൻ്റെ ഇന്നത്തെ മാപ്പ് അപേക്ഷിച്ചിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. മാപ്പ് അപേക്ഷിച്ചത് വേറെ എവിടുന്നുമല്ല, വൈറ്റ് ഹൗസിൽ നിന്നാണ്. അതായത് ഇന്നലെ രാത്രി ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും കൂടെ തമ്മിലൊരു കൂടിക്കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു ഈ ഒരു മാപ്പ് അപേക്ഷ. നമുക്കറിയാം ട്രംപിൻ്റെ ഒരു പ്രഷർ അതിലുണ്ട്. ട്രംപിൻ്റെ പ്രഷർ മാത്രമല്ല ഇസ്രായേൽ പേടിച്ച് തന്നെ ഇരിക്കുന്നത്. കാരണം ഈ ഒരു ബോംബിങ്ങിന് ശേഷം ഖത്തറിൽ ഇവർ കൊണ്ട് ബോംബിട്ടതിന് ശേഷം അറബ് രാജ്യങ്ങൾ ആദ്യമായിട്ടെങ്കിലും ഒന്നിച്ചുകൂടി ഒരു മന്തി കഴിക്കാനെങ്കിലും ഒന്നിച്ചുകൂടി ഒരു അറബ് നാറ്റോ ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഒരു സംയുക്ത സൈന്യത്തിന് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതായത് ഒരു അറബ് രാജ്യത്തിനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ അറബ് രാജ്യങ്ങളും, ഈ അറബ് നാറ്റോയിൽ വരുന്ന എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്തിനെ സംരക്ഷിക്കും, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ എല്ലാ ശക്തികളും അവർക്ക് കൊടുക്കും എന്നുള്ള രീതിയിലോട്ടുള്ള പല പ്രസ്താവനകളും ഈ ഒരു അറബ് GCC ഉച്ചകോടിയിൽ അത് നടന്നിരുന്നു. അതിനുശേഷം പലതരത്തിലുള്ള നയതന്ത്ര ചേഞ്ചസുകളും പ്രഖ്യാപനങ്ങളും ഖത്തർ നടത്തിയിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ മേലെ വരുന്ന പലതരത്തിലുള്ള ഉപരോധങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് പലപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല. ഈവൻ നമ്മൾ പോലും മന്തി കഴിച്ച് iPhone 17 വർത്താനം പറഞ്ഞ് പിരിഞ്ഞു എന്ന് വിചാരിച്ചു കൊടുത്തുന്നത് ഈ ഒരു നെതന്യാഹു ഒരു മാപ്പ് ഫോണിലൂടെ വിളിച്ചു പറയാ എന്നുള്ളത് ചെറിയൊരു കാര്യമില്ല. ഇത് കേട്ട് ചാടിത്തുള്ളി സംഖ്യകൾ എൻ്റെ കൂടെ കുറയ്ക്കാൻ വരണ്ട. ഇത് പറഞ്ഞത് ഞാൻ മാത്രമല്ല, വൈറ്റ് ഹൗസിൽ നിന്ന് ഇവരുടെ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന മിനിറ്റ്സിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ലാണ്ട് ദ ടൈംസ് ഓഫ് ഇസ്രായേലിൽ ഈ ന്യൂസ് വന്നിട്ടുണ്ട്. ദ ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്ന ന്യൂസാണിത്. Prime Minister Benjamin Netanyahu just apologized to the Prime Minister of Qatar, Mohammed bin Abdul Rahman bin Jassim Al Thaniനോടാണ് ഇത് പറഞ്ഞത്. ഫോർ ദ Israeli strike in Qatar on September 9. Channel 12 says Netanyahu spoke by phone for several minutes with Al Thani from the White House. അതായത് വൈറ്റ് ഹൗസിനാണ് ഈ ഒരു ഡിസ്കഷൻ, ഈ ഒരു ഫോൺ കോൾ പോയിട്ടുള്ളത്. Where he is being hosted by US President Donald Trump. Trump was also ട്രംപ് ഉണ്ടായിരുന്നു കോളിൽ. അങ്ങനെ നമുക്കറിയാം ട്രംപ് കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. കാരണം നയതന്ത്രപരമായിട്ട് ഖത്തർ മാക്സിമം പ്രഷർ ചെയ്യുന്നത് അമേരിക്ക അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ തന്നെയാണ്. കാരണം അമേരിക്ക ആയിട്ട് മാത്രമല്ല ഖത്തറിന് നയതന്ത്ര ബന്ധങ്ങളുള്ളത്. കൂടാതെ പലതരം ബിസിനസ്സുകളുണ്ട്. അമേരിക്ക മറ്റ് പല യൂറോപ്യൻ കൺട്രീസിലും ഖത്തറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് ഹൈ ആണ്. അതുപോലെ തന്നെ ഈ കൺട്രീസിൻ്റെയും ഈവൻ ട്രംപിൻ്റെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഖത്തറിലുണ്ട്. അതുമാത്രമല്ല ഇസ്രായേലി ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള ഒരുപാട് കമ്പനികൾ ഖത്തറിൽ ഇപ്പം വർക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ പണി തരും, അതല്ലെങ്കിൽ ഖത്തർ ഇവരെല്ലാം ഉപരോധിക്കും, ഇവരെല്ലാം മാറ്റി നിർത്തും എന്നുള്ള വലിയൊരു പേടി നല്ല രീതിയിൽ ഇസ്രായേലിനും അത് അമേരിക്കയ്ക്കും മറ്റ് പല യൂറോപ്യൻ കൺട്രീസിനും ഉള്ളതുകൊണ്ട് തന്നെ അതാണ് നയതന്ത്രം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് നമ്മുടെ മോദിജി വെടി പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കുന്ന വെടികൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ നെതന്യാഹു ഡയറക്റ്റ് ഖത്തർ പ്രൈം മിനിസ്റ്ററെ വിളിച്ചിട്ട് മാപ്പ് പറയുന്നതും. നമ്മൾ മറ്റൊരു കാര്യം കണ്ടതാണ്, ഈ ഒരു ബോംബിങ് കഴിഞ്ഞിട്ട് വിത്തിൻ 2-3 ഡേയ്സിൽ നെതന്യാഹു പലവട്ടം പ്രസ് കോൺഫറൻസുകളിൽ വന്ന് പറഞ്ഞു, ഇനി ഞങ്ങൾ വേണ്ടി വന്നാൽ ഖത്തറിനെ നല്ല ഏത് അറബി രാജ്യങ്ങളെയും ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഖത്തറിൽ നടക്കുന്ന ഇസ്ലാമിക് ഉച്ചകോടി. അത് കഴിഞ്ഞതിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു അത്തരത്തിലുള്ള ഡയറക്റ്റ് സ്പീച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ഇന്ന് ആദ്യമായിട്ടാണ് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ഈ ഒരു മാപ്പപേക്ഷ മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പം അതിൽ എത്രത്തോളം ഇസ്രായേലിൻ്റെ പരാജയ പേടി ഉണ്ട്, അതല്ലെങ്കിൽ ഇനി മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ മൊത്തം ഈവൻ അമേരിക്ക പോലും ഞങ്ങളെ കൈവിടുമോ എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഒരു ബിസിനസ്സുകാരനാണ്, തൻ്റെ സ്വന്തം ബിസിനസ്സും അതല്ലെങ്കിൽ അമേരിക്കയുടെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഖത്തറിലുള്ളതുകൊണ്ടും ഖത്തറിന് തിരിച്ചുള്ളത് കൊണ്ടും തന്നെയാണ് അവരും പ്രഷർ ചെയ്യുന്നത്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ മൊത്തത്തിൽ ഒറ്റപ്പെട്ട് പിന്നെ മുന്നോട്ട് പോകുന്നതിൽ ഒരു പരിമിതി ഉണ്ട് എന്നുള്ള പൂർണ്ണ ഉറപ്പ് നമ്മുടെ നെതന്യാഹുവിനുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് ഇത്തരത്തിലുള്ളൊരു മാപ്പ് പറച്ചിൽ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം UN ജനറൽ അസംബ്ലിയിൽ നമ്മൾ കണ്ടു 150ഓളം രാജ്യങ്ങൾ രൂക്ഷമായിട്ട് ഖത്തറിനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗസനെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിനെതിരെ സംസാരിച്ചപ്പോഴും അവിടുന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ വന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെയും പ്രതിനിധികളെ കൂക്ക് വിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമയത്തും ബെഞ്ചമിൻ നെതന്യാഹു ഒരു കൂസലില്ലാണ്ട് അവിടുന്ന് പ്രസംഗിക്കുന്നത് കണ്ടു. പക്ഷേ പ്രസംഗിച്ച് പുറത്തിറങ്ങിയ സമയത്ത് പോലും ആ ഒരു UN ജനറൽ അസംബ്ലിയുടെ പുറത്ത്
ഓഫീസിൻ്റെ പുറത്ത് പോലും ജനങ്ങൾ തടിച്ചുകൂട്ടി. അതിൽ ഇസ്രായേലീസ് ഉണ്ട്, അതിൽ ഇന്ത്യൻസ് ഉണ്ട്, അതിൽ അമേരിക്കൻസ് ഉണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, അതിൽ അറബികളല്ല, ഈ പറഞ്ഞ എല്ലാ രാജ്യക്കാരും ഒരുപോലെ കൂടി നിന്ന് ഇസ്രായേലിനെ, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും അവിടുന്ന് അത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളും വിളിച്ച് പറഞ്ഞതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ മൊത്തത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇസ്രായേലിനും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്. ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് പരംവാൺ സംഖ്യകൾ മാത്രമാണ്. എന്താണ് ഏതാണെന്ന് ഒന്നും അറിയില്ല, മുസ്ലിമാണ് ഓപ്പോസിറ്റ് എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പരംവാണങ്ങൾക്ക് വായിലടിച്ച് കിട്ടിയ പോലെ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഈ ഒരു മാപ്പ് പറച്ചിൽ. പൊതുവേ നമ്മൾ സംഖ്യകളെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ സംഖ്യകൾ മാപ്പപേക്ഷയിൽ എപ്പോഴും മുമ്പിലാണ്. അത് വീർ സവർക്കർ മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 വട്ടം കാല് നക്കി ഷൂ നക്കി മാപ്പപേക്ഷിച്ച വീർ സവർക്കറുടെ പാരമ്പര്യമുള്ള പാർട്ടിയായിട്ടുള്ള സംഘികൾ എന്നും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. അതേ ഇസ്രായേൽ ഇപ്പം മാപ്പ് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലൊരു കാര്യം, അതായത് ഈ മാപ്പപേക്ഷ സംഘികൾക്കും അതല്ലെങ്കിൽ നെതന്യാഹുവിനും ഒരു പുത്തരിയല്ല, രണ്ടും ഒരേ ഗ്രൂപ്പിൽ ഒരേ കൊണത്തിൽ ഒരേ കുളത്തിൽ പെടുത്താൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ അതിനു വേണ്ടി കൈയടിക്കുന്നു, സംഘികൾക്കും നെതന്യാഹുവിനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ ഒരു മീറ്റിൽ നെതന്യാഹു ട്രംപ് മീറ്റിൽ മറ്റൊരു തീരുമാനം കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഹമാസ് ഹോസ്റ്റേജസിനെ 72 hours വിട്ട് കൊടുക്കുകയാണെങ്കിൽ സീസ് ഫയർ, അതായത് യുദ്ധം വെടിനിർത്തൽ സ്റ്റോപ്പ് ചെയ്യും. മാത്രമല്ല ഗസയിൽ ബാക്കിയുള്ള ആളുകൾക്ക് അവിടെ താമസിക്കാം, അവർക്ക് അവിടെ പണ്ട് അവർ ഗസ സ്ട്രിപ്പിൽ എങ്ങനെ ജീവിച്ചു അങ്ങനെ ജീവിക്കാം. പക്ഷേ സ്വതന്ത്ര പലസ്തീൻ എന്ന രീതിയിലോട്ട് ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ഹമാസിനെ അതായത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങും വേണം. അവരിനി അവിടെ ഭരണോ കാര്യങ്ങളിലോ മറ്റൊന്നും ഇടപെടാൻ പാടില്ല. ആ സ്ഥലം മറ്റ് അറബ് കൺട്രീസിലുള്ള അറബ് ഇസ്ലാമിക് സേന ബാക്കി കാര്യങ്ങൾ നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇന്നത്തെ മീറ്റിംഗിൽ ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. If accepted by Hamas, this proposal calls for the release of all remaining hostages immediately. It means the immediate end to the war itself, not just Gaza. I take their word for it. To demilitarize Gaza, and that's quickly. Decommission the military capabilities of Hamas and all other terror organizations. Do that immediately. Destroy all terror infrastructure, including the tunnels, weapons of production facilities. They have a lot of production facilities that we're destroying. If Hamas rejects the deal, which is always possible, they're the only one left. Everyone else has accepted it. But I have a feeling that we're going to have a positive answer. But if not, as you know, Bibi, you'd have our full backing to do what you would have to do. അതിനെ നെതന്യാഹു സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ അതിൻ്റെ ഒരു സംയുക്ത വാർത്താ സമ്മേളനമായിരുന്നു ട്രംപും അതുപോലെ തന്നെ നെതന്യാഹും കൂടെ ഒന്ന് ചെയ്തിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബാക്കിയുള്ള 20ഓളം ജീവിച്ചിരിക്കുന്ന ബന്ദികളും അതുപോലെ 10-35 മരിച്ച ബന്ദികളുടെ ബോഡിയും ഇവരുടെ കയ്യിലുണ്ട് ബാക്കി എന്നാണ് പറയപ്പെടുന്നത്. അത് തിരിച്ചു കൊടുക്കണം 72 hours. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം നിർക്കും. യുദ്ധം നിർത്തുന്നതോടൊപ്പം തന്നെ അവിടെ ഗസയിൽ ബാക്കിയുള്ള സ്ഥലത്തോ ബാക്കിയുള്ള ആളുകൾക്ക് അവിടെ അവരുടെ സ്ഥലത്ത് തന്നെ മുന്നോട്ട് താമസിച്ച് പോകാം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ചെയ്തത്. ഇതിന് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതല്ലെങ്കിൽ മറ്റ് അറബ് കൺട്രീസ് എത്രത്തോളം ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് ഇപ്പോൾ പകലായി ഇന്നത്തെ മറ്റ് വരാൻ പോകുന്ന മണിക്കൂറുകളിലായിരിക്കും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയപ്പെടുന്നത്. അപ്പം ഏറ്റവും നിർണായകമായിട്ട് ഇന്നലെ നൈറ്റിൽ വൈറ്റ് ഹൗസിൽ ഇന്നലെ നൈറ്റിൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംയുക്ത മീറ്റിങ്ങിൽ മുന്നോട്ട് വന്നത് ഡയറക്റ്റ് ഇനി അറബ് രാജ്യങ്ങളുടെ ഉപരോധങ്ങളും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ മറ്റു തരത്തിലുള്ള എന്താ പറയുക നയതന്ത്ര ബന്ധത്തിലുള്ള ആട്ടിയൊലച്ചിലുകളൊന്നും അമേരിക്കക്കോ അതല്ലെങ്കിൽ ഇസ്രായേലിനോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കോ അതായത് അവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. അത്രയാണ് അറബ് കൺട്രീസിന് പൈസ കൊണ്ടും മറ്റ് നയതന്ത്രപരമായിട്ടുള്ള മറ്റ് ഡീലിങ്സുകൾ കൊണ്ടും അവർ സ്ട്രോങ് ആണ് എന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് നെതന്യാഹുവിൻ്റെ ഈ ഒരു മാപ്പ് പറച്ചിലുകൊണ്ടും. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് യുദ്ധം നിർത്തി ഒരു നൊബേൽ പ്രൈസ് എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചെടുക്കണം, സമാധാനത്തിൻ്റെ നൊബേൽ പ്രൈസ് അടിച്ചെടുക്കണം എന്നുള്ള ട്രംപിൻ്റെ കഠിനമായ പ്രയത്നമാണ് നമ്മളിതിൽ കാണുന്നത്. ഇനി ഇതൊന്നും പറയാൻ പറ്റില്ല. ട്രംപ് പറഞ്ഞതാണ്, നെതന്യാഹു പറഞ്ഞതാണ്, രണ്ടുപേരും വാക്കിന് ഒരു വിലയില്ലാത്ത ആളുകളാണ്. ഏത് സമയത്തും ഇത് തിരിച്ചും പറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു മൂമെൻറ്റിൽ നമുക്ക് ഖത്തറിൻ്റെ നയതന്ത്ര വിജയം എത്രത്തോളാണെന്നുള്ളത് സാധാരണ ഇത് നോക്കിക്കാണുന്ന ഒരു ഇൻ്റർനാഷണൽ എന്താ പറയുക ജിയോ പൊളിറ്റിക്സ് നോക്കിക്കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതായിരിക്കും.